സെയിൽസ്മാൻ പറയാണ് എന്തിനിത് എന്ന് ചോദിച്ചാൽ സെയിൽസ്മാൻ മനസ്സിലാവില്ല. ഇതൊക്കെ വിശദീകരിച്ച് കൊടുത്താലോ എന്നാലും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഈ വിശദീകരണം തുടരുകയാണോ വേണ്ടത്? നീ കമ്പനി എന്തു പറഞ്ഞോ അത് ചെയ്യ്, അതാണ് നിൻ്റെ ഡ്യൂട്ടി. നിൻ്റെ ഡ്യൂട്ടി കാണലും ഇതാണ്. നിൻ്റെ അപ്പുറത്തേക്കുള്ളത് അവിടെ അവർ ചെയ്തോളും. നിന്നോട് എന്ത് പറഞ്ഞു ഇത് ചെയ്യേ എന്ന് പറയുന്ന രീതിയിൽ പിന്നെ സെഷൻ കൊടുക്കുന്നതാണോ ബെറ്റർ? നിരന്തരം ഇതൊക്കെ എല്ലാം ഒരു ശരീരത്തിൻ്റെ മൊത്തം അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ മൊത്തം കാര്യങ്ങൾ ഒരു സെയിൽസ്മാനെ പഠിപ്പിക്കുന്നതാണോ നല്ലത് എന്നതൊരു ചോദ്യമാണ് ഞാൻ. അത് ഇമ്പോസിബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മൂക്ക് ചൊറിയുന്നു, ഇടത്തെ കൈനോട് പറയാണ് മൂക്ക് ചൊറിയുന്നുണ്ട് വേഗം ചൊറിയേ, ഇടത്തെ കൈ പറയാണ് വലത്തെ കൈ അവിടെ ഉണ്ടല്ലോ വെറുതെ അല്ലേ അവൻ ചെയ്തോട്ടെ. അല്ലെങ്കിൽ ഇടത്തെ കൈ ചോദിക്കുകയാണ് എന്തിനാണ് ഇപ്പം മൂക്ക് ചൊറിയുന്നത്, എനിക്കിവിടെ വേറെ പണിയുണ്ട്, അല്ലെങ്കിൽ എന്നോട് മാത്രം പറയണ ഏറ്റവും വെറുതെ. അതല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്തൂടെ. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കൈ പിന്നെ നമുക്ക് ഉപയോഗമില്ല. മനസ്സിലായി? നമ്മളുടെ ആവശ്യത്തിന് നമ്മളുടെ ഇവിടെ ചൊറിയുന്നുണ്ട്, ചൊറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നിലോട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല ബിസിനസ്സിന്, അല്ലേ? അപ്പോൾ അതിങ്ങനെ ചെയ്യേണ്ടതാണ് എന്നുള്ളത് അറിഞ്ഞ് ഇതിങ്ങനെ പറയുമ്പോൾ അതിന് വില കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളായിരിക്കണം നമ്മുടെ കൂടെയുണ്ട്. അതായത് സ്ഥാപനത്തെ വിശ്വസിക്കുകയും ഇപ്പോൾ ചൊറിയുന്നുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ചൊറിയുമ്പോൾ വിശ്വസിക്കുകയാണ്, ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇത് ചൊറിഞ്ഞിട്ടില്ല വേറെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന ആ വിശ്വാസം നമ്മുടെ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നമ്മൾ വളരുന്നു എന്നുള്ളതും ഞാനിതിൻ്റെ ഒരു ഭാഗമാണ്, ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് ഇന്നത് പോകുമെന്നും അങ്ങനെ പോകുമ്പോൾ ഞാനില്ലാണ്ടായി എൻ്റെ കയ്യിന് പിന്നെ പ്രയോജനമില്ലല്ലോ, അല്ലേ? ഇതവർ റിയലൈസ് ചെയ്യണം. സ്ഥാപനം മുങ്ങിയാൽ പിന്നെ ഈ കൈയിൻ്റെ ആവശ്യമില്ല, ഞാനും ഇല്ല എന്നുള്ള തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവണം. അങ്ങനെ ഇല്ലാത്ത ആളുകളെ ഹനീഫിക്ക നിങ്ങൾ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അല്ല, ഞാൻ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. ഇതാണ് നമ്മൾ പല പ്രാവശ്യം ഷോറൂം മാനേജേഴ്സ് ഇവരോടൊക്കെ ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ അവരോട് പല കാര്യങ്ങളും കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ പറയുന്നു. അപ്പോൾ പറയുമ്പോൾ അവർ ചോദിക്കുന്നു ഇതെന്തിന്. ഇന്നലെ എൻ്റെ ഷോറൂം മാനേജർ എന്നോട് പറയാം, ഇന്നൊരു വിഷയം പറയുമ്പോൾ നിങ്ങളൊന്നും ചോറുന്ന ആൾക്കാരല്ലേ എന്നൊരു സെയിൽസ്മാൻ ചോദിച്ചത്രേ. ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി. കാരണം ആ കുട്ടി എവിടെയാണ് നിൽക്കുന്നത് ഒരു ഫേമിൻ്റെ? ചിലപ്പോൾ എത്രയോ ലെവൽ താഴെ ആയിരിക്കും, പക്ഷെ മുകളിലുള്ള ആൾ, ഫേമിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരാൾ എന്തിനു ചിന്തിക്കുന്നു എന്നുള്ളത് അതൊരു നിമിഷത്തെ പൊട്ടിത്തെറി ആയിരിക്കണം എന്നില്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അതെ, കുറേ കാര്യങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ച് വാക്കുകളായിട്ട്. അല്ല, മാത്രമല്ല അവർക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഒരു പക്ഷെ അവൻ്റെ മുമ്പിലേക്ക് കസ്റ്റമർ ഇങ്ങനെ ഒഴുകി വരുന്നത് ഇവൻ ഈ ചെയ്ത പണി മറ്റൊരാൾ അതുമെന്ന് ഡാറ്റ എടുത്ത് ചെയ്തതുകൊണ്ടായിരിക്കാം വരുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇത് പറയുമ്പോഴത്തേക്ക് ഇയാളാകെ തളരുകയാണ്. ഇവിടെ മറുപടി പറയാനും ഒക്കെ ഈ പറഞ്ഞ ഷോറൂം മാനേജറും ഉറച്ചു നിൽക്കണ്ടേ? അത് വേണം, തീർച്ചയായിട്ടും വേണം. കാരണം അപ്പൊ പറഞ്ഞു നിന്റെ മക്കളെ എങ്ങനെയൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്താലും അച്ഛനമ്മമാര് അവരെ പിടിച്ച് കൈവിടില്ല. അതിനേക്കാൾ അപ്പുറം മറുപടി വേണ്ടത് എന്താ? നിന്നോട് എന്താണോ പറഞ്ഞത് ഈ ടൈമിനടക്ക് നിന്റെ വർക്ക് ഇതാ, ഇവിടെ എന്താണോ കമ്പനി പറയുന്നത് അത് ചെയ്യേ. കാരണം നിന്നെ എല്ലാം പഠിപ്പിക്കാൻ ഒരു പക്ഷേ കമ്പനിക്ക് സാധിച്ചോളണമെന്നില്ല, പക്ഷെ നിന്റെ ഡ്യൂട്ടി ഇതാണ്. ഈ വർക്ക് വേറെ ആരും ഒന്നും ചെയ്യില്ല. നിന്നെ ഏൽപ്പിച്ചത് കൊണ്ട് അവിടെ നിന്റെ സ്ഥാനത്ത് വേറെ ആളില്ലാത്തതുകൊണ്ട് ചെയ്യില്ല. എനിക്ക് കിട്ടേണ്ടത് ഇതാണ്, ഈ ഷോറൂമിൽ നിന്ന് നിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടേണ്ടത് ഇതാണ്, അത് ചെയ്യുക എന്ന് പറയുന്ന രീതിയാണോ ബെറ്റർ? അതല്ല, നേരത്തെ ഞാൻ ചോദിച്ചില്ല ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ബെറ്റർ? ഇതെന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്? ക്ലാരിറ്റി കിട്ടാനും കേൾക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചെറിയ ബിസിനസ്മാൻമാരൊക്കെ പലപ്പോഴും ഒരുപാട് ഹാർഡ് വർക്ക് എടുക്കുകയാണ്. അത് പറഞ്ഞു കൊടുത്തിട്ട് എന്നിട്ടാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ അവൻ ചെയ്യുന്നു. എന്നിട്ട് എന്താണ് തെറി വിളിക്കുന്നു, എൻ്റെ തലയിൽ എന്തെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അവർക്കാണ് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതെ, ഇവിടെ ഇപ്പം നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെ നമ്മൾ അവരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നിന്നോട് പറഞ്ഞത് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബ്രോക്കൺ. അവരത് ബ്രേക്ക് ചെയ്യും. അതെ, തിരിച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളെല്ലാം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളെപ്പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈയിൻ്റെ പ്രവൃത്തി ചെയ്യണം, കാലിൻ്റെ പ്രവൃത്തി ചെയ്യണം. കൈയിനോട് പിടിച്ച് കൈ പറയാണ് ഞാൻ കാലിനെ പോലെ നടന്നോളാം, കാലിന് നിങ്ങൾ
പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അതിന് അഡിഡാസും നൈക്കി ഷൂസൊക്കെ എൻ്റെ കൈക്ക് എന്താ നിങ്ങളൊന്നും ഷൂസൊന്നും വാങ്ങിച്ചു തരാത്തതെന്നുള്ളത് ചോദിക്കുന്നതിൽ ഒരർത്ഥമില്ല. കൈക്ക് കൈൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതി, നിങ്ങളുടെ ജോലിയിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഇവിടെ പൂർണ്ണത എത്തുന്നത്. അങ്ങനെ ഓരോ അവയവവും അതിൻ്റെ ജോബ് ചെയ്യുമ്പോഴാണ് സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ ശരീരം പൂർണ്ണതയിൽ എത്തുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുവാനും അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവാണ് നമ്മുടെ തല ആർജിക്കേണ്ടത്.